കാൽവറിയിൽ അവസാനത്തെ തുള്ളി രക്തം വരെയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒഴുക്കി തന്ന അരിമരക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള വിടുതൽ എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. വിശേഷാൽ നാം മനസ്സിലാക്കുക, യേശു മരിച്ചിട്ടുയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു വ്യക്തിയെ രക്ഷയ്ക്ക് പര്യാപ്തമാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തം അവൻ്റെ പാപത്തെ മോചിച്ച് അവനെ സ്വർഗരാജ്യത്തോട് നിരപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമാകുന്ന രക്ഷ എന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന തത്വമായി നിലനിൽക്കുന്നു. വിശേഷാൽ ദൈവവചനം ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ സെൻട്രൽ തീം അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം എന്നത് പാപത്തിൽ വീണുപോയ മനുഷ്യ സമൂഹത്തെ രക്ഷിപ്പാനായി യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതാണ് ദൈവവചനത്തിൻ്റെ കാതലായ സത്യം. ഈ നാളുകളിൽ ഇങ്ങനെയുള്ള സത്യത്തെ മറച്ചു വെച്ച് അനേകർ അതിനെ പ്രസംഗിക്കുവാൻ കഴിയാതെ, വിളിച്ചു പറയുവാൻ കഴിയാതെ ജീവിതത്തിൽ ക്രിസ്തീയ ദൗത്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു കാര്യം ക്രിസ്തു ഭക്തരായി അല്ലെങ്കിൽ ദൈവമക്കളായി ജീവിക്കുന്ന ഏതൊരു ദൈവവൈതലിനും ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിടുതലുകൾ എന്ത് എന്നതാകണം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിടുതലുകൾ എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയായാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലകരവും ജയകരവുമായി മാറുകയും പിന്മാറ്റങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നാം ദൈവഭക്തിയിൽ വിശ്വാസത്തോടെ മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്നതൊരു വലിയ ടോപ്പിക്കാണെങ്കിൽ തന്നെ ചില ആശയങ്ങൾ ഇവിടെ പങ്കുവയ്പ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്. പാപത്താൽ മനുഷ്യ സമൂഹം മുഴുവൻ തകർന്ന പരാജയമായപ്പോൾ പൈശാചികമാകുന്ന അതിക്രമത്തിൻ്റെ പിടിയിൽ മനുഷ്യ സമൂഹം മുഴുവൻ തകർന്നു വീണ് വിലയില്ലാത്തവരായി മാറിയപ്പോൾ വിലയില്ലാത്ത നമ്മെ ഓരോരുത്തരെയും വിലയുള്ളവരാക്കി തീർക്കുവാൻ യേശു കാൽവറിയിൽ തൻ്റെ അവസാനത്തെ രക്തം വരെയും ഒഴുക്കി നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയായി നാം തിരഞ്ഞെടുക്കപ്പെടുകയും അത് നിമിത്തം നാം പുതിയ സൃഷ്ടികളായി മാറുകയും ചെയ്തു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെയും രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ദൈവത്തോടുള്ള കൂട്ടായ്മ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ യേശു തൻ്റെ ശരീരത്തിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച് ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ഒരുക്കി തന്നു. അല്ലെങ്കിൽ ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാനുള്ള നിയോഗം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ പാപക്ഷമ നിമിത്തം ദൈവത്തോട്
നിരപ്പിച്ച് ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിച്ചു എന്ന് നാം മറക്കരുത്. മൂന്നാമതായി യെശയ്യാപ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള വിടുതൽ അല്ലെങ്കിൽ രോഗസൗഖ്യം അല്ലെങ്കിൽ ശക്തി എന്നത് നാം മറക്കരുത്. തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെ ഈ നാലാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ദൈവിക സംരക്ഷണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സംഹാരകൻ മിസ്രൈമിലെ വീടുകളിൽ കടന്നു കയറുമ്പോൾ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും യേശുവിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടപ്പെട്ടിരിക്കുന്ന വീടുകളിൽ സംഹാരകന് കടക്കുവാൻ കഴിയാത്ത ദൈവിക സംരക്ഷണം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശേഷാൽ ഇന്ന് ലോകം വലിയൊരു തകർച്ചയിലും പരാജയത്തിലും കൂടെ കടന്നു പോവുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണതയിൽ വിശ്വസിച്ച് അതിലാശ്രയിച്ച് ധൈര്യത്തോടെ ജീവിക്കുന്ന ഏതൊരു ദൈവവൈതലുമേ, നിന്റെ വശത്ത് 1000-ഉം 10,000-ഉം ഒക്കെ വീണാലും അത് നിന്നോട് അടുക്കാതിരിക്കത്തക്കവണ്ണം ദൈവിക സംരക്ഷണം നിന്റെ മുമ്പിലുണ്ട്. മിസ്രൈമിലെ വീടുകളിൽ കടിഞ്ഞൂലുകൾ മുഴുവൻ ചത്തു വീഴുമ്പോൾ കട്ടളക്കാലിന്മേലും കുറുമടിമേലും കുഞ്ഞാടിൻ്റെ രക്തം പരട്ടിയ ഒരു വീട്ടിലും സംഹാരകന് കടക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിലൂടെയുള്ള ആ വിടുതലിനെ നാം ആർജിക്കുവാനിടയായിത്തീർന്നാൽ ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ കഷ്ടങ്ങളെയും ജയിപ്പാൻ സ്വർഗത്തിലെ ദൈവം വേണ്ടുന്ന ശക്തി തൻ്റെ രക്തത്തിലൂടെ നമുക്ക് മേൽ പകരും. അഞ്ചാമതായി ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു: പൈശാചിക ശക്തികളുടെ മേൽ ജയം നൽകുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമുക്ക് ജയം ലഭ്യമായിരിക്കുന്നു. അതെ, ഇന്നെന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമക്കളെ, ഏതെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ജയിക്കുവാൻ കഴിയാതെ തകർച്ചയെ അഭിമുഖീകരിച്ച് ആരും സഹായിക്കുവാനില്ലാത്ത ജീവിത സാഹചര്യങ്ങളുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് സധൈര്യം വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വയ്ക്കുമെങ്കിൽ അടിപതറിപ്പോകാതെ വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി ആത്മാവിൽ ജയമുള്ളവരായി മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ടിരിക്കുന്ന നിൻ്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി, അതിവേഗത്തിൽ ചലിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ ഇനി വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും സ്വർഗം പകരുകയും ദൈവകൃപയിൽ തൻ്റെ ജനത്തെ കർത്താവ് പൊതിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം മനസ്സലിയണം, ദൈവപ്രവൃത്തി കൊണ്ട് നിറയ്ക്കണം, വിടുതലുകളാൽ കർത്താവ് പരിപാലിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.